അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തുപോലെ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ട്, എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് സക്സസ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ ഒത്തിരി നേരമൊന്നും എനിക്ക് ലൈവിലിരിക്കാനൊന്നും പറ്റാറില്ല, കാരണം കുഞ്ഞുങ്ങളുടെ പുറകെ ഓടുന്നതുകൊണ്ട് ലൈവൊക്കെ കുറച്ച് കുറവാണിപ്പോൾ. എന്നാലും ഒരു 15-20 മിനിറ്റൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം ഓടിയെത്തിക്കും. ഞാനിപ്പോൾ അവരുടെ പിള്ളേരുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത്. മനീഷ് ഭയ്യ, മനീഷ് ഭയ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കറിയത്തില്ല, മനസ്സിലായില്ല. ആരാണ് രണ്ടാമത് ലൈവിലേക്ക് വന്നേക്കുന്നത്? ലൈവ് ലൈക്ക് ചെയ്തോണ്ട് ലൈവിലേക്ക് ഓടി വായോ. പിന്നെ അപ്പോൾ കുഞ്ഞുങ്ങളെ ഓടി വരുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് ലൈവ് അവരെ കണ്ണു വെട്ടിച്ചിട്ട് ഞാൻ വന്നിരുന്ന ലൈവിലേക്ക് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വന്നിട്ട് ഫോണിനൊക്കെ വേണ്ടിയിട്ട് ഇടിയൊക്കെ ഉണ്ടാക്കും ഇവിടെ. കുഞ്ഞുങ്ങൾ എൻ്റെ ഫോണിലാണ് കാർട്ടൂൺ കാണുന്നത്, വേറെ ആരും ഇവിടെ കാർട്ടൂൺ കാണാൻ അവർക്ക് കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, കുറച്ച് നാളത്തേക്ക് മാത്രം ലീവിന് നാട്ടിൽ വന്നുകൊണ്ട് ചെറിയൊരു കൺസെഷൻ കൊടുക്കും. അതുകൊണ്ട് അവർ ചെറുതായിട്ട് എൻ്റെ ഫോണൊക്കെ കാണാറുണ്ട് എൻ്റെ സമയത്ത്. പിന്നെ ഞാനുള്ള ടൈമിലല്ലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കൊടുക്കും. അപ്പോൾ മോനിപ്പോൾ ഫോൺ വന്നിട്ട് ചോദിച്ചു, കാർട്ടൂൺ കാണാൻ ഞാൻ കൊടുത്തില്ല. അങ്ങനെ. പിന്നെ വേറെ എന്തുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? ആരൊക്കെയാണ് ലൈവ് കാണുന്നത്? എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്തിട്ട് ഓടി ലൈവിലേക്ക് കയറിവായോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ച എല്ലാവരുടെയും ഫുഡിൻ്റെ സ്പെഷ്യൽ എന്താണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ? ഞങ്ങൾക്കിന്ന് വലിയൊരു സ്പെഷ്യലുണ്ട് കേട്ടോ. കപ്പയും മീനുമാണ് ഞങ്ങൾക്കിന്നിവിടെ. അയില കറി വെച്ചതും കപ്പയും, നാട്ടിലെ സ്പെഷ്യൽ കപ്പ. നല്ല സെറ്റായിട്ട് ഞങ്ങൾ നെയ്ക്കകത്ത് ഒലത്തിയെടുത്ത കപ്പയാണ്. നല്ല മസാലയൊക്കെ ചേർത്തിട്ട് നല്ല കപ്പയാണ്, നന്നായിട്ട് ഉടഞ്ഞ് ഞങ്ങൾ നന്നായിട്ട് കുത്തി ഉടച്ച കപ്പയും നല്ല മീൻകറിയുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് സുസ്വാഗതം. എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യലൊക്കെ എന്താണെന്ന് എല്ലാവർക്കും? എല്ലാവരും ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ആരെയും കാണുന്നില്ലല്ലോ. ലൈവിലേക്ക് വന്ന് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവർക്കും ലൈവിലേക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും ലൈവിലേക്ക് വരുവായോ. അതുപോലെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും വിശേഷങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വിശേഷം പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഒത്തിരി വർത്താനം പറയായിരുന്നു, ഇപ്പം എനിക്ക് പറയത്തില്ല എന്താ ഞാൻ വർത്താനങ്ങളൊക്കെ കുറച്ചേന്ന്. ഇവിടെ നാട്ടിൽ 2 ദിവസം മഴ പെയ്യാതിരുന്നപ്പോൾ ചൂടുണ്ട് നന്നായിട്ട്. ഇന്നെനിക്ക് ചൂട് തോന്നുന്നുണ്ട്. പിന്നെ വിശേഷങ്ങളൊക്കെ പറയാം എല്ലാവരുടെയും. ആരൊക്കെയാണ് ലൈവിലുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ലൈവിലേക്ക് ചെയ്തു ഓടി ലൈവിലേക്ക് കയറുവായോ. പിന്നെ പറയാം എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ പറയാം, എന്താണ് വിശേഷങ്ങളൊക്കെ? സ്പെഷ്യൽ വിശേഷൻസ് അങ്ങനെ എല്ലാവരും പറയൂ, കേൾക്കട്ടെ. എൻ്റെ സ്പെഷ്യൽ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്നെൻ്റെ മോന് ആദ്യമായിട്ട് അംഗനവാടി പോയി. അംഗനവാടി ചെന്ന് ഞാൻ അവിടുന്ന് പോരുന്നവരെ അവൻ കരഞ്ഞു. ഞാൻ ചെല്ലുന്ന സമയത്ത് ടീച്ചർ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വായോ. മോന് ഭയങ്കര കരച്ചിലാണ്, അവന് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അവന് ഉറങ്ങാൻ അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ കൂടെ അവനിവിടെ കൂടെ കട്ടിലയിൽ കിടന്ന് ചുമ്മാ ഉറങ്ങിക്കോളും. അവൻ്റെ മേത്ത് ജസ്റ്റ് നമ്മളൊന്ന് കൈവച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അവന് കുറച്ച് സംസാരം കുറവാണ്, അപ്പോൾ അവൻ സംസാരിക്കത്തില്ല അങ്ങനെ അധികം. ചെറിയ 2-3 വാക്കൊക്കെ പറയത്തുള്ളൂ. പഠിച്ചു വരുന്നതാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇവനെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അവൻ കരയുന്നുണ്ട്, ഉറങ്ങി വീഴുന്നുണ്ട്, പക്ഷേ കിടത്തി കഴിഞ്ഞാൽ അവൻ ഉറങ്ങത്തില്ല, കാരണം കുഞ്ഞ് താഴെ കിടക്കത്തില്ല. അപ്പോൾ അവൻ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോയ സമയത്ത്, നിയോൺ എന്നാണ് എൻ്റെ മോൻ്റെ പേര്, ട്രെയിനിൽ കൊണ്ടുപോയ സമയത്ത് അവന് സീറ്റിൽ കിടന്നില്ല, അങ്ങനെ പറ്റിപ്പോയി. അപ്പം അതുകൊണ്ട് കഥ അടച്ചിട് രാവിലെ കൊതുകുത്തിരിക്കുകയാണോ? അപ്പം അങ്ങനെ സീറ്റിൽ അവൻ കിടന്നില്ലായിരുന്നേ. അപ്പം ലൈറ്റ് ഓഫ് ചെയ്യണോ? ഉറങ്ങിയ വെച്ചുതരാം. അരുത്, എൻ്റെ കുഞ്ഞുങ്ങളെന്നെ ശല്യം ചെയ്യാൻ വന്നേക്കോട്ടോ. അവിടെ കിടക്ക്. അവിടെ അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ അപ്പം മടിയിലിരുത്തി ഉറക്കിയാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പം എൻ്റെ ടീച്ചർ വിഷമിച്ചു പോയി, അവനെന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട്. അവൻ ഉറങ്ങുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു മിനിറ്റ്